നമ്മൾ പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായ ലാസ്റ്റ് ക്ലാസ്സിൽ മാനേജ്മെന്റിൽ തന്നെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ട് വരുന്ന കൺട്രോളിങ്. അതിൽ നമ്മൾ കൺട്രോളിങ്ങും അതിലെ ടീച്ചേഴ്സ് ഓഫ് കൺട്രോളിങ്ങും ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് പ്രോസസ് ഓഫ് കൺട്രോളിങ്. പ്രോസസ് ഓഫ് കൺട്രോളിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് ഈ ഒരു പ്രോസസ്, ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടേ, ആ ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ടാർഗറ്റിന് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതാണ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള പ്രോസസ്സിൽ ചെയ്യുന്നത്. നമ്മൾ എംപ്ലോയീസിനോട് വാട്ട് ഷുഡ് ബി ഡൺ, ഹൗ മച്ച്, ബൈ വെൻ, അറ്റ് വാട്ട് ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കുന്നുണ്ടാവുക. എന്താ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എത്ര ചെയ്യണം, എപ്പോഴത്തേക്ക് ചെയ്യണം, അത് എന്ത് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ 10 ലക്ഷം എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ന്യൂമറിക്കൽ ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്വാണ്ടിറ്റേറ്റീവാ, അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ചെയ്ത പ്രോസസ്സിന്റെ ക്വാളിറ്റി നമ്പർ വെച്ചിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും. ഇപ്പോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ക്വാളിറ്റി, നമ്മൾ കൊടുത്ത ആ ഒരു പ്രോസസ്സ് ഹൈ ക്വാളിറ്റി ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ. പിന്നെ ഹൈജീനിന്റെ കാര്യത്തിൽ നമുക്കത് വൃത്തി ഉണ്ടോ എന്നുള്ളത് നോക്കി മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്. മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്. ഈ മാനേജേഴ്സ് ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് പെർഫോം ചെയ്തതിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും ഈ ഒരു സ്റ്റെപ്പിൽ. ഈ സ്റ്റെപ്പിൽ അവര് ആക്ച്വൽ പെർഫോമൻസിന്റെ, ആക്ച്വൽ വർക്കിന്റെ, അവര് ആ ഒരു വർക്കിന് പെർഫോം ചെയ്തതിന്റെ ഇൻഫോർമേഷൻസ് ഫുൾ ആയിട്ട് കളക്ട് ചെയ്യും. ഇപ്പോ ഹോസ്പിറ്റലിലാവുമ്പോൾ ഒരു മാസത്തിൽ എത്ര അഡ്മിഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ നമ്പർ ഓഫ് സർജറീസ്, പേഷ്യൻസ് റിക്കവർ ആയിട്ട് വന്നിട്ടുള്ളത്, ഇൻഫെക്ഷൻ, അതേപോലെ എത്ര പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈം, സ്റ്റാഫിന്റെ അറ്റൻഡൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെഷർ ചെയ്യുക. തേർഡ് പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് വേഴ്സസ് ആക്ച്വൽ പെർഫോമൻസ് എന്നുള്ളൊരു സ്റ്റേജ് ഇത്. നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മൾ
ഒരു ഗോള് എന്ന് പറയുന്നത് 200 പേഷ്യന്റ് പെർ ഡേ ആയിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ ആക്ച്വലി വരുന്നത് 180 പേഷ്യന്റ് പെർ ഡേ ആയിരിക്കും. ഡിഫറൻസ് 20 പേഷ്യൻസിന്റെ. ഈ ഡിഫറൻസിനെ നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പൊ 200 എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 180 എന്ന് പറയുമ്പോൾ അതൊരു 20 ആൾക്കാരെ കുറവേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പൊ അതൊരു വലിയ കുറവൊന്നുമല്ല. അപ്പൊ നമുക്ക് അത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ചില ദിവസം ഈ 180 എന്നുള്ളത് 220 ആവാം, എക്സ്ട്രാ ഒരു 20 വരുന്ന വിധത്തിലും ആവാം. ഫോർത്ത് സ്റ്റെപ്പ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡീവിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 200 പ്രതീക്ഷിച്ച സ്ഥലത്ത് 180 ആൾക്കാരെ വന്നിട്ടുള്ളൂ. അപ്പൊ ആ 20 എന്നുള്ളത് ഒരു ഡീവിയേഷൻ ആയി, ഡിഫറൻസ് ആയി. ആ 20 എന്നുള്ള ഡീവിയേഷൻ എല്ലാ മാസവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാന്ന് നമ്മൾ പഠിക്കണം. ചിലപ്പോൾ സ്റ്റാഫിന്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ എന്തെങ്കിലും കുറവായിരിക്കാം, പുവർ പ്ലാനിങ് ആയിരിക്കാം കാരണം. അപ്പൊ നമ്മൾ അവർക്ക് കറക്റ്റീവ് ആക്ഷൻസ് കൊടുക്കും. കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാഫിന് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും, എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യും, കൂടുതൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യും, അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യും. പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യും. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് യൂസിങ് ഇൻഫോർമേഷൻ ടു സെറ്റ് ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ്സ്. യൂസിങ് ഇൻഫോർമേഷൻ ടു സെറ്റ് ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ്സ്. മാം ഒന്നുകൂടി പറയൂ. യൂസിങ് ഇൻഫോർമേഷൻ ടു സെറ്റ് ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ്സ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ലേണിംഗ് ഫ്രം കറന്റ് പെർഫോമൻസ്. നമ്മൾ കറന്റ്ലി പെർഫോം ചെയ്യുന്നതിൽ നിന്ന് പഠിക്കുക. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് ഫ്യൂച്ചറിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്ലാനിങ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം, സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാം, ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഫ്യൂച്ചറിൽ. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ടൈപ്സ് ഓഫ് കൺട്രോൾ. ടോപ്പിക് ആണോ മാം? നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് കൺട്രോൾ. ടൈപ്സ് ഓഫ് കൺട്രോളിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് കൺട്രോൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഫീഡ്ബാക്ക് കൺട്രോൾ. 3 ടൈപ്പില് ഫസ്റ്റ് ഫീഡ്ബാക്ക് കൺട്രോൾ. ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർക്ക് ചെയ്തതിന് ശേഷം നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടല്ലേ അതിന്റെ ഫീഡ്ബാക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നത്. മാനേജേഴ്സ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് അതിൽ വരുത്താനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ഫീഡ്ബാക്ക് കൺട്രോൾ.
അങ്ങനെ നമ്മൾ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ വർക്കിൽ ഈ മിസ്റ്റേക്സ് വരുത്താതിരിക്കാനും അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. സെക്കൻഡ് ടൈപ്പ് കോൺകറന്റ് കൺട്രോൾ. കോൺകറന്റ് കൺട്രോൾ കോൺകറന്റ് കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കൺട്രോള് മാനേജേഴ്സ് ആ ഒരു ആക്ടിവിറ്റീനെ കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് കോൺകറന്റ് കൺട്രോൾ എന്നും റിയൽ ടൈം കൺട്രോൾ എന്നും പറയാം. കോൺകറന്റ് കൺട്രോളിന്റെ മറ്റൊരു പേര് റിയൽ ടൈം കൺട്രോൾ. മാനേജേഴ്സ് നമ്മൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. അത് ചിലപ്പോൾ CCTV വഴി ആയിരിക്കാം നമ്മളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ICUലാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യും. ഇപ്പൊ ഒരു പേഷ്യന്റിനെ ആയിക്കഴിഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അവരെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ്ലി ഉള്ള ചേഞ്ച് ആണോ അതോ പോസിറ്റീവ് ചേഞ്ചസ് ആണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ആക്ഷൻ നമ്മൾ എടുക്കും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്കത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആവുന്നതിന് മുന്നേ തന്നെ ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടി പറ്റും. തേർഡ് ടൈപ്പ് പ്രഡിക്റ്റീവ് അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് കൺട്രോൾ. പ്രഡിക്റ്റീവ് ഓർ ഫീഡ് ഫോർവേഡ് കൺട്രോൾ. റിപ്പീറ്റ് ചെയ്യാമോ? പ്രഡിക്റ്റീവ് കൺട്രോൾ ഓ പോയിന്റ് അടുത്ത തേർഡ് പോയിന്റ് എന്താ മാം? predictive or feed forward control. Predictive or feed forward control. ഈ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളത്. നമുക്ക് ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. ആ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആയിരിക്കും പ്രോബ്ലംസ് നമ്മൾ ആ ഒരു സമയത്ത് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ബോധം ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുത്തതിന് ശേഷമായിരിക്കും ആ വർക്ക് ബിഗിൻ ചെയ്യുന്നത്. ഇപ്പൊ മഴ സീസൺ ആവുമ്പോൾ ഹോസ്പിറ്റലുകാർ പ്രതീക്ഷിക്കും കൂടുതൽ പനി രോഗികൾ വരാം. ആ ഒരു മഴക്കാലത്തിന് തൊട്ട് മുന്നേ ഡോക്ടേഴ്സും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പനി രോഗങ്ങൾ വരാം, പിന്നെ അല്ലെങ്കിൽ അതേപോലെ വെള്ളത്തുനിന്നോ ചെളിന്നോ വരുന്ന അസുഖങ്ങളുമായിട്ട് കൂടുതൽ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ടെന്ന് മോർ പേഷ്യൻസിനെ അവർ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അവർ എക്സ്ട്രാ മെഡിസിൻസ്, പിന്നെ എക്സ്ട്രാ ബെഡ്, ടെമ്പററി സ്റ്റാഫിനെ ഒക്കെ ഹയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതൊരു സീരിയസ് പ്രോബ്ലം ആവുന്നതിന് മുന്നേ തന്നെ അത് സീരിയസ് പ്രോബ്ലം ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് അഡ്വാൻറ്റേജസ് ഓഫ് കൺട്രോളിംഗ്. Advantages of controlling. Advantages of controlling ഫസ്റ്റ് പോയിന്റ് വരുന്നത് സേവ്സ് ടൈം ആൻഡ് എനർജി.
സേവ്സ് ഒന്നുകൂടി ടൈം പറ- ആൻഡ് അഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് പോയിന്റ് സേവ്സ് ടൈം ആൻഡ് എനർജി. ടൈം ആൻഡ് എനർജിയിൽ പറയുന്നത് പ്രോപ്പർ മോണിറ്ററിങ് റിപ്പീറ്റഡ് മിസ്റ്റേക്സിനെ പ്രിവെന്റ് ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് റിപ്പീറ്റഡ് മിസ്റ്റേക്സ് കുറക്കാനും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രോപ്പർ ആയിട്ട് മോണിറ്ററിങ് നടക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് മിസ്റ്റേക്സ് കുറക്കാനും അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ മിസ്റ്റേക്സ് ഇല്ലാണ്ട് കറക്റ്റ് ആയി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ നമ്മളെ ടൈം ആൻഡ് എനർജി സേവ് ആവും. സെക്കൻഡ് പോയിന്റ് ഹെൽപ്പ് മാനേജേഴ്സ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഹെൽപ്സ് മാനേജേഴ്സ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് വർക്ക്. മാനേജേഴ്സിന് കൂടുതൽ ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. തേർഡ് പോയിന്റ് എനബിൾസ് ടൈംലി കറക്റ്റീവ് ആക്ഷൻ. enables timely corrective action. enables Timely corrective action. Enable timely corrective action. ഇത് പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു മേജർ പ്രോബ്ലം ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറുന്നതിന് മുന്നേ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ടൈംലി കറക്റ്റീവ് ആക്ഷനിൽ പറയുന്നത്. ആ കറക്റ്റ് ടൈമിൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മരുന്നിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ആ ഷോർട്ടേജ് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ അത് പെട്ടെന്ന് റീഓർഡർ ചെയ്യുന്നു. അപ്പൊ നമുക്കത് റീസ്റ്റോക്ക് ആവും. അല്ലാതെ ഒരു രോഗി വന്ന് ഫാർമസിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മരുന്നില്ല, അത് ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുന്നില്ല.
നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗിലെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. Accomplishing organizational goals. ഇതിൽ പറയുന്നത് നമ്മൾ ഓർഗനൈസേഷൻ അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ പ്ലാൻ ചെയ്ത വർക്കുമായിട്ട് നമ്മൾ ആക്ച്വൽ വർക്കിനെ കമ്പയർ ചെയ്യാം. അത് മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. മാനേജേഴ്സ് അവര് ഫസ്റ്റ് നമ്മളൊരു പ്ലാൻ ചെയ്ത വർക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിന് ആ വർക്കിനോട് ഇപ്പൊ നമ്മളെ എംപ്ലോയീസ് ചെയ്തിട്ടുള്ള വർക്കുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ എത്രത്തോളം അതിന്റെ ആ ഒരു ഗോളിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ്, ജഡ്ജിങ് അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്.
judging accuracy of standards. മാനേജേഴ്സ് നമ്മളെ സ്റ്റാൻഡേർഡ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് റിയലിസ്റ്റിക് ആണോ, സ്റ്റാൻഡേർഡ്സ് ടു ഹൈ ആണോ അതോ ടു ലോ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് ഇവാലുവേറ്റ് ചെയ്യും. തേർഡ് പോയിന്റ് വരുന്നത് മേക്കിംഗ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. മേക്കിംഗ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മണി, ടൈം, സ്റ്റാഫ്, എക്യുപ്മെന്റ്, ഇതൊക്കെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോളിങ് നമ്മളെ പ്രിവെന്റ് ചെയ്യും ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ നിന്ന്. നമ്മൾ മണി ആയാലും അതേപോലെ ടൈം ആയാലും വെറുതെ ഓവറായിട്ട് ഒന്നിലും സ്പെൻഡ്, ഇപ്പൊ വേസ്റ്റ് ആവുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇതൊന്നും ഓവറായി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ കൺട്രോളിങ്ങിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഓപ്പറേഷൻ ടൈം കൊടുക്കുന്ന സമയത്ത് എല്ലാ പേഷ്യൻസിനും 9 മണി ആയിരിക്കില്ല കൊടുക്കുന്നത്. എല്ലാ പേഷ്യൻസും 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റഷ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ടേജ് അനുഭവപ്പെടാം. സോ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്ങിൽ പറയുന്നത്. ഇതിൽ ഫോർത്ത് പോയിന്റ് വരുന്നത് ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷൻ. ഇമ്പോർട്ടൻസിലെ തന്നെ ഫോർത്ത് പോയിന്റ് ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷൻ. ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷനിൽ പറയുന്നത് എംപ്ലോയീസിന് അറിയാം അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും പിന്നെ അവരുടെ പെർഫോമൻസ് എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമെന്നും അവർക്കൊരു അറിവുണ്ടെങ്കിൽ അവർ ഗുഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി നോക്കും. അവർ ഏറ്റവും ഗുഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നമ്മൾ മുന്നിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ എംപ്ലോയീസിന് ബെറ്റർ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇപ്പൊ ഒരു ആ നേഴ്സ് നല്ല പെരുമാറ്റമായിരിക്കും എല്ലാ പേഷ്യൻസിനോടും. അപ്പൊ ആ പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് അപ്രിസിയേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് ആ നേഴ്സിന് ഇനിയും അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതാണ് ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷനിൽ പറയുന്നത്.
ഇന്നെടുത്ത ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ആ ആ. ഞാൻ ലാസ്റ്റ് അയച്ച നോട്ട്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇന്ന് ഓർഗനൈസിങ്ങിന്റെ നോട്ട് കൂടി ഷെയർ ചെയ്യാം. പ്ലാനിങ്ങിന്റെയും ഓർഗനൈസിങ്ങിന്റെയും നോട്ട് നെക്സ്റ്റ് ഫ്രൈഡേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ മാം. ഓക്കെ മാം. 2 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. ആ പ്ലാനിങ്ങിന്റെ നോട്ട്സ് അല്ലേ മാം വിട്ടിട്ടുള്ളൂ? പ്ലാനിങ്ങേ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് ഞാൻ ഓർഗനൈസിംഗ് കൂടി ഷെയർ ചെയ്യാം. ഓക്കെ മാം. നാളെ ചിലപ്പോ ക്ലാസ് ഉണ്ടാവും. തിങ്കളാഴ്ച ഡോക്ടറിന്റെ അടുത്ത് പോകാനുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ. നാളത്തേക്ക് ആ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലെ ഒരു 20 ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചോ. 20 വേണ്ട, 10 മതി. 10 ക്വസ്റ്റ്യൻസ് കൂടി. ലാസ്റ്റ് നമ്മൾ 70 വരെയല്ലേ പഠിച്ചത്? 71 to 80. 71 to 80 ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി നാളത്തേക്ക്. ഓക്കെ മാം. ലീവ് ചെയ്തോളൂ. ഓക്കെ മാം. ഓക്കെ.